പൊഴിഞ്ഞു വീണു പാട്ടുകൾ. ആരാരോ തേടുന്നു അന്തിനിലാവളി, അമ്മാനം മാനത്തെ അല്ലി മലർക്കിളി. കനവ് പോലെ പുതു കവിത പോലെ, കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ. വേണി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ MD MRC. നല്ല മനുഷ്യനാ. ഹരി, നീ ഒന്ന് വന്നേ, നമുക്ക് പുറത്തേക്കൊന്ന് പോവാം. എന്താടാ കാര്യം? കാര്യമുണ്ട്, ഞാൻ പറയാം. എന്താ ഫിറോസ്, നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നിനക്ക് ഈ കുട്ടിയെ നേരത്തെ പരിചയമുണ്ടോ? ആരെ? വേണിയെയോ? പിന്നല്ലാതെ, നല്ല സുഹൃത്തുക്കളായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പിന്നെ പിന്നെ അതിലെവിടെയോ ഒരു പ്രണയത്തിന്റെ ഫീലുണ്ടായി. പക്ഷേ എന്നെക്കാൾ മുമ്പേ അമ്മ അത് സെൻസ് ചെയ്തു, കൈയോടെ പിടികൂടി. വീട്ടുകാർ തമ്മിൽ ആലോചിച്ച് ഉടനടി കല്യാണം നടത്താൻ തീരുമാനിച്ചുകൊണ്ട് പ്രേമിച്ച് നടക്കാനും മരം ചുറ്റി പാടാനുള്ള ചാൻസ് പോയി. അപ്പോ ഇതൊരു അറേഞ്ച്ഡ് കം ലവ് മാരേജ് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അല്ല, എത്ര നാളായി നിങ്ങൾ തമ്മിൽ അടുപ്പം തുടങ്ങിയിട്ട്? അങ്ങനെ കൃത്യമായി പറയാൻ നാളും തീയതിയൊന്നും ഞാൻ കുറിച്ചു വെച്ചിട്ടില്ല. വേണിയുടെ കുടുംബ വീട് അല്പം ദൂരെയാ. അതെല്ലാം വിറ്റ് അച്ഛനുമായി ഇവിടേക്ക് വന്നതാ. വന്ന് അധികം കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. സത്യത്തിൽ അമ്മയ്ക്കായിരുന്നു ഈ ബന്ധത്തിൽ കൂടുതൽ താല്പര്യം. ഇത്ര ധൃതി കൂട്ടി ഇതൊക്കെ നടത്തുന്നതും അമ്മയുടെ താല്പര്യം കൊണ്ടാണ്. ഇവരെവിടെ വർക്ക് ചെയ്യുന്നത്? ഒരു പ്രൈവറ്റ് ഫാമിലാ. നീ കേട്ടിട്ടുണ്ടാവും, MRC ഗ്രൂപ്പില്. ഈ അടുത്ത് വേണിക്ക് പ്രൊമോഷനായി AGM പോസ്റ്റിലേക്ക്. ചോദിക്കുന്നതുകൊണ്ട് നീ വേറൊന്നും വിചാരിക്കരുത്. ഈ വേണി ആളങ്ങനെ സ്ട്രെയിറ്റ്, സിമ്പിൾ ആൻഡ് ലവബിൾ. എന്റെ ഭാവി വധുവിനെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരെ നിനക്ക്? എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഒരേ തൂവൽ പക്ഷികളാണ് ഫിറോസെ. അല്ലെങ്കിൽ ഉടനെയൊന്നൊരു വിവാഹത്തെപ്പറ്റി ആലോചിക്കാത്ത ഞാൻ ഇതിന് സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാലും എല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് മതിയായിരുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ നീ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. അതാ നീ ഇങ്ങനെ പലതും കുത്തി കുത്തി ചോദിക്കുന്നത്. പറ ഫിറോസെ, എന്താ കാര്യം? അത് ഹരി, നിനക്ക് ഈ ബന്ധം വേണ്ട. എന്താ എന്താ നീ പറഞ്ഞത്? കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകെട്ടാ നമ്മുടേത്. ആ ബന്ധത്തിന്റെ പേര് പറയുക. നീ ഈ വിവാഹത്തിന് മാറണം. ഇല്ല. എന്ത് ഭ്രാന്താ നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ വിവാഹ നിശ്ചയമാണെന്നറിഞ്ഞ് സന്തോഷത്തോടെ ഓടി വന്നതാ ഞാൻ. പക്ഷെ ഇവിടെ വന്ന് നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കണ്ടപ്പോ, വേണ്ട ഹരി, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നിനക്ക് ഈ കല്യാണവും വേണ്ട.
എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് പിന്മാറണം. ഇല്ല, നീ പറയണം. ഈ വിവാഹം വേണ്ടെന്ന് വാശി പിടിക്കാനുള്ള കാരണം എനിക്കറിഞ്ഞേ പറ്റൂ. നിന്നോട് പറയാനല്ലേ പറഞ്ഞത്? നിന്റെ വേണിയെ എനിക്കിതിനു മുമ്പ് അറിയാം. വേണിയെ മാത്രമല്ല, നീ പറഞ്ഞ MRCയെയും. ബാംഗ്ലൂരിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ അവർ 2 ദിവസം താമസിച്ചിരുന്നു. അതാണോ കാര്യം? ആ ട്രിപ്പിനെ പറ്റി വേണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പോകാൻ മടിച്ച അവളെ നിർബന്ധിച്ചയച്ചത് ഞാനാ. അതും ഈ കല്യാണമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ വിവാഹം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞത്. ഒഫീഷ്യൽ ട്രിപ്പിന്റെ മറവിൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നും സ്റ്റെനോഗ്രാഫർ എന്നും പറഞ്ഞ് സുന്ദരകളായ പെൺകുട്ടികളെ കൂട്ടി വരുന്ന വമ്പൻ മുതലാളിമാരെ ഞങ്ങൾ ദിവസേന കാണുന്നതാ. പക്ഷേ അതിന്റെ പേരും പറഞ്ഞ് അവിടെ നടക്കുന്ന അധികവും... മതി, നിർത്ത്. പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മുതലാളിമാരുടെ ഇഷ്ടത്തിനൊത്ത് ഒഫീഷ്യലാകാനും പേഴ്സണൽ ആകാനും തയ്യാറാകുന്ന ഒരുപാട് പെൺകുട്ടികളെ നീ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വേണി അങ്ങനെ കാണരുത്, കാണാൻ പാടില്ല. സോറിടാ, നിന്നെ വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല. നീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിനെ കുറിച്ച് മനഃപൂർവ്വം മോശമായി പറയാൻ വന്നതുമല്ല. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും അറിഞ്ഞ ഭാവം പോലും കാണിക്കാതെ ഞാൻ തിരിച്ചു പോയേനെ. നിന്നെ എനിക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റൂടാ. നീ പറഞ്ഞതുപോലെ മാന്യമായി വന്നു പോകുന്നവരും അക്കൂട്ടത്തിലുണ്ട്. പക്ഷെ നീ പറഞ്ഞ വേണിയും MRCയും അവരുടെ രീതി അതായിരുന്നില്ല. സത്യം ഹരി, അവരുടെ റൂമിന്റെ ചാർജ് എനിക്കായിരുന്നു. കുറെയൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. മറ്റു ചിലത് റൂം ബോയ്സ് തമ്മിൽ പറഞ്ഞ് രസിക്കുന്നതും കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് ഈ ബന്ധം വേണ്ടെന്ന്. എന്താ നീ കണ്ടത്? പറയടാ. ഇല്ല ഫിറോസ്, അത് വേണിയാവില്ല. പകൽ പോലെ ഞാൻ കണ്ട കാര്യങ്ങളാണ് എന്നോട് ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും എന്റെ പക്കലില്ല. ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയുടെ കല്യാണം മുടക്കിയിട്ട് എനിക്ക് എന്ത് നേടാനടാ? ഇപ്പോഴും അവളിലുള്ള വിശ്വാസം നിനക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. താൻ തെറ്റുകാരില്ലെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് പെണ്ണിന്റെ മിടുക്ക്. അത് വിശ്വസിച്ചു പോകുന്നത് നമ്മൾ ആണുങ്ങളുടെ കഴിവുകേട്. ഇനി എനിക്കൊന്നും നിന്നോട് പറയാനില്ല. എന്ത് തീരുമാനം വേണമെങ്കിലും ആവാം. ആത്മസുഹൃത്തായ എന്നെ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്. ഓട്ടടാ.
നീ എന്താ അവിടെ തന്നെ അങ്ങ് ചടഞ്ഞു കൂടിയത്? വൈകിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടില്ലല്ലോ. ഒന്നുമില്ല, ഒരു മൂഡ് തോന്നില്ലമ്മേ. ഏട്ടൻ അവരോട് എന്തെങ്കിലും മുഖം കറുത്ത് സംസാരിച്ചേക്കോന്നായിരുന്നു എന്റെ പേടി. നീ ഇന്നലെ പറഞ്ഞു വിലക്കിയതുകൊണ്ട് സ്ത്രീധന കാര്യം കാമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല പുള്ളി. ആ, അതിന്റെ ഒരു തെളിച്ചക്കുറവ് എന്നോടും ഉണ്ട്. എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് നടത്തിക്കുമെന്ന് കടുപ്പിച്ചൊരു പറച്ചിലും. നിനക്ക് എന്ത് പറ്റിയടാ? ഒരുമാതിരി നനഞ്ഞ കോഴിയെ പോലെ. വല്ലാത്തൊരു തലവേദന, ഉച്ച മുതൽ തുടങ്ങിയതാ. അത് ഈ അലച്ചിലും ജോലിക്കൂടുതലും കൊണ്ടാവും. നീ കിടക്ക, ഞാൻ ഇത്തിരി പാമ്പ് പരട്ടിത്തരാം. അതൊന്നും വേണ്ടമ്മേ, ഇത്തിരി നേരം കിടക്കുമ്പോ അതങ്ങ് മാറിക്കോളൂ. എന്നാ വന്ന് വല്ലതും കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക്. ക്ഷീണം മാറുമ്പോ അതങ്ങ് ഭേദമാവും. എനിക്കൊന്നും വേണ്ടമ്മേ, തീരെ വിശപ്പില്ല. അമ്മ ചെല്ല്, ഞാനൊന്ന് കിടക്കട്ടെ. അല്ല, വേണിയുടെ അഭിപ്രായമാണല്ലോ മുഖ്യം. അമ്മയ്ക്ക് ശരിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല, എനിക്കും. എത്താൻ വേണ്ടി ഞാൻ എത്ര പാടുപെട്ടുന്നോ. അവസാനം മത്സരത്തിൽ തോൽക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഞാൻ വിളിച്ചു നിർത്തിയത്. അതെ, ക്ലാസ് തുടങ്ങാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. പിന്നെന്താ മാഷിന് ഇത്ര ധൃതി? അത് ഒരു ഡിവിഷന് ഞാനൊന്ന് സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഇത്രയും ധൃതി കൂട്ടേണ്ട കാര്യമുണ്ടോ? കണ്ടിട്ട് ഒരു പരിചയഭാവം പോലും ഇല്ലല്ലോ മാഷിന്. കല്യാണാലോചന നടക്കുന്നതിന് മുമ്പ് വരെ ഇതുപോലെ തമ്മി കണ്ട മാഷിനോട് ഒരുപാട് സംസാരിക്കുമായിരുന്നു. അന്നൊക്കെ ഇങ്ങനെ റിസർവ്ഡ് ആകുന്നത് ഞാനാ. ഇപ്പൊ ഞാനിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയപ്പോ മാഷിന്റെ സംസാരം റേഷനായി. എന്താ വാക്കുകൾക്ക് ഇത്ര വലിയ ക്ഷാമം? അല്ല, കല്യാണ നിശ്ചയം കഴിഞ്ഞപ്പോഴേക്കും വരവും പോക്കൊക്കെ ഒരുമിച്ചായോ മാഷേ? ഇനിയിപ്പോ ആരെ പേടിക്കാനല്ലേ മാഷേ? അല്ല, കല്യാണം എന്നത്തേക്കാ? ഈ മാസം തന്നെ ഉണ്ടെന്നാണല്ലോ കേട്ടത്. ശരിയാണോ മാഷേ? ആ,
ഉണ്ടെങ്കിലേ വന്ന് ക്ഷണിച്ചിരിക്കും. തൽക്കാലം അത്ര അറിഞ്ഞാ പോരെ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആ അയാളുടെ അടുത്ത് ദേഷ്യപ്പെട്ട എന്തിനാ? ആ കല്യാണ തീയതി അങ്ങ് പറഞ്ഞ പോരെ. അയാൾ എന്ത് പേടിച്ചു പാവം. ഛേ, എന്താ മാഷേ? താൻ നടന്നു. ഞാനൊരു പുസ്തകം വീട്ടിൽ വെച്ച് മറന്നു. അതില്ലാതെ ചെന്നിട്ടും കാര്യമില്ല. ഏ നീ എന്ത് തിരിച്ചു പോന്നത്? ഇന്ന് സ്കൂൾ അവധിയാണോ? അല്ല, ഞാനിന്ന് പോണില്ലെന്ന് വെച്ചു. എന്തോ ഒരു വല്ലായിക പോലെ. എന്തു പറ്റി? നിന്റെ തലവേദന ഇതുവരെ മാറിയില്ലേ? ഇല്ല, നേരം വെളുത്തപ്പോൾ അത് കൂടുകയും ചെയ്തു. എന്നാ പിന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയത് എന്തിനാ? ഇന്ന് ലീവാണെന്ന് സ്കൂളിൽ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാരമില്ലമ്മേ. എന്ത് സാരമില്ലാന്ന്? ഏതായാലും ഇറങ്ങി. എന്നാ പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് വന്നൂടായിരുന്നോ? നോക്കട്ടെ, ചിലപ്പോ പനിയായിരിക്കും. അതാ ഈ തലവേദന മാറാതിരിക്കുന്നേ. ഒന്നുമില്ലമ്മേ, കുറച്ചേരം മയങ്ങുമ്പോ അതങ്ങ് മാറിക്കോളൂ. പിന്നെ നീ പറയുന്ന പോലെയല്ലേ കാര്യങ്ങള്. എന്നാ പിന്നെ രാവിലെ തന്നെ അതങ്ങ് മാറിയേനല്ലോ. ദേ, ഇത് പനിക്കാൻ തന്നെയാ. കൈയോടെ മരുന്ന് വാങ്ങി കഴിക്കുന്ന നല്ലത്. ഇപ്പോഴത്തെ പനിയാ, സൂക്ഷിക്കണം. മരുന്നും മന്ത്രമൊന്നും വേണ്ട, തനി അങ്ങ് മാറിക്കോളൂ. പറഞ്ഞാ കേക്കില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ? ദേ, കല്യാണം അടുത്ത സമയത്ത് വല്ല അസുഖം ഉണ്ടാക്കി വെക്കാനാ നിന്റെ പരിപാടി? ഒന്ന് നിർത്തുന്നുണ്ടോ? കല്യാണം കല്യാണം കല്യാണം, ഇതല്ലാതെ അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? എന്താ, കല്യാണം കഴിക്കാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പാടില്ലേ?